ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാണ്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഇപ്പോഴും പറയുന്നതാണ്, വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. വരച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വരച്ച് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് വഴി ചോദിക്കാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി വരയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട്, പിന്നെ കഴുത്തിൻ്റെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ സമയം പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മുടി വരയ്ക്കുന്ന ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു കളർ ആദ്യം ആഡ് ചെയ്തിട്ട് രണ്ടാമത്തെ കളറാണ് നമ്മൾ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് ആദ്യം കൊടുക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് പെൻസിൽ വെച്ച് വരയ്ക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് പെൻസിൽ കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഡോംസിൻ്റെ ഈ ബ്ലാക്ക് പെൻസിൽ യൂസ് ചെയ്യുന്നത്. ബ്രിസ്റ്റോടെ നമ്മുടെ കയ്യിൽ കുറച്ചുകൂടെ ഉള്ളൂ ഇനി തീരാനായിട്ട്. ബ്ലാക്ക് പെൻസിലാണ് നമുക്ക് പെട്ടെന്ന് തീർന്നു പോകുന്നത്, കാരണം നമ്മൾ മെയിനായിട്ട് ഈ പറഞ്ഞ ഹെയർ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അത് വേണ്ടിയതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ തീർന്നു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോഴും ഷാർപ്പ് ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് നോക്കി കറക്റ്റായിട്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മൾ ഈ മുടി വരയ്ക്കുന്ന ഇതിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും, ആ മുടിയിലൊക്കെ ഒരു ബ്രൗൺ കളർ പോലെ ഉണ്ട്, അതുപോലെ ഒരു ബ്ലൂ കളർ പോലെയൊക്കെ ഉണ്ട്. നമ്മൾ ആ ഫോട്ടോയിലുള്ള കളേഴ്സൊക്കെ നമ്മൾ ആ ഡ്രോയിങ്ങിലേക്കും കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഡ്രോയിങ് കുറച്ചുകൂടെ കളർഫുള്ളാകും. അപ്പോൾ നമ്മൾ ഓൾറെഡി ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക് പെൻസിൽ വെച്ച് വരയ്ക്കുന്ന സമയത്ത് ആ ഒരു ബ്ലൂ കളർ നല്ല രീതിയിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് ആ ഫോട്ടോയിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ കാണുന്ന രീതിയിൽ നമുക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പം ആ നെറ്റിയുടെ മുകളിലായിട്ട് വരുന്ന ഒരു ഭാഗത്തൊക്കെയാണ് ഒരു ബ്രൗൺ കളർ ആഡ് ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് ആ ഒരു ബ്രൗൺ കളർ മുടിയിൽ വരുന്ന ഭാഗമൊക്കെ അതാണ്. കളർ പെൻസിൽ ഡ്രോയിങ് നിങ്ങൾ കുറച്ചൊന്ന് വരച്ച് നോക്കണം, അല്ലെങ്കിൽ കുറച്ചാൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കളർ പെൻസിൽ ഡ്രോയിങ് നമുക്ക് ആദ്യം എന്തായാലും ഈസി ആയിട്ട് നമുക്ക് തോന്നത്തില്ല, ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നത്തുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വരച്ചു തുടങ്ങിയ സമയത്ത് കളർ പെൻസിൽ ഡ്രോയിങ് ട്രൈ ചെയ്ത സമയത്ത് എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ വരച്ചിട്ട് ശരിയാകുന്നില്ല എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് നാൾ വെറുതെ പെൻസിൽ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് വരയ്ക്കാൻ സാധിക്കാണ്ട് ആ ഒരു ഏരിയയിലായിട്ട് നമ്മൾ നോക്കുന്നതില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങ് പോയേക്കുമായിരുന്നു. പിന്നീട് ഈ പറഞ്ഞാൽ നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഓരോരുത്തർ വരയ്ക്കുന്നത് കാണുമ്പോൾ നമുക്ക് വീണ്ടും വരയ്ക്കാനുള്ളൊരു ആഗ്രഹം തോന്നിയിട്ടാണ് നമ്മൾ വീണ്ടും കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എന്തായാലും തുടങ്ങിയ സമയത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് എനിക്ക് വരച്ച് വന്ന സമയത്ത് ഒരു ഡ്രോയിങ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ച് കണ്ടപ്പോൾ, കളർ പെൻസിൽ ഉപയോഗിച്ച് വരച്ച് കണ്ടപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി ആ ഒരു ഡ്രോയിങ്. കാരണം വെച്ചാൽ നമ്മൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് കണ്ടിട്ട് കളർ പെൻസിൽ ഡ്രോയിങ് വരച്ച് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പം അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും വരയ്ക്കാനായിട്ട് തോന്നും. അപ്പം നിങ്ങളാണേലും ഒന്ന് വരച്ച് ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും കളർ പെൻസിൽ തന്നെ ട്രൈ ചെയ്യും. കാരണം വെച്ചാൽ അതിൻ്റെ ആ ഒരു ഇതങ്ങനെയാണ്. അതായത് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷം നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യും. എപ്പോഴും നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ആ ഒരു നമ്മളെ ഉള്ള ആ ഒരു ഫോട്ടോ, നമ്മൾ ഏത് ഫോട്ടോനെ വരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ആ ഒരു ഫോട്ടോയിൽ അതേപോലെ നമ്മൾ വരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. കാരണം അതിലെ കളേഴ്സും അല്ലെങ്കിൽ അതിലെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ ഡ്രോയിങ് അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞാൽ ആദ്യം ഒന്നും അത് പറ്റണമെന്ന് നിർബന്ധമില്ല, നമ്മൾ വരച്ച് വരുമ്പോൾ അത് ശരിയാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും വരച്ച് നോക്കിയാൽ നമുക്കത് അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ പലരും ബുദ്ധിമുട്ടാണ് എന്ന് കരുതി നിങ്ങൾ മാറ്റി വെക്കാണ്ട് നിങ്ങൾ വരച്ച് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തെറ്റിപ്പോയാൽ വീണ്ടും വരച്ച് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് കരുതി തന്നെ വരയ്ക്കുക. അല്ലെങ്കിൽ തെറ്റിപ്പോക്കോട്ടെ. അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട്, ഏതൊരു ഡ്രോയിങ് ആണെങ്കിലും നിങ്ങൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്താൽ മതി. തെറ്റിപ്പോവുകയാണെങ്കിൽ തെറ്റിപ്പോക്കോട്ടെ എന്നൊരു മൈൻഡിൽ തന്നെ നിങ്ങൾ ഇരുന്നങ്ങ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിശ്വാസം അർപ്പിച്ച് നിങ്ങളങ്ങ് വരയ്ക്കാൻ വേണ്ടി ഇരിക്കും, പക്ഷേ വരച്ചിട്ട് ശരിയാകത്തുമില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവും. അതേസമയം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ശരിയാവുമെങ്കിൽ ശരിയാകട്ടെ എന്നുള്ളൊരു മൈൻഡിലിരുന്ന് വരയ്ക്കുക. അപ്പം ചിലപ്പോൾ ശരിയായി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരയ്ക്കാനായിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടാവും. അപ്പം അങ്ങനെ ചെയ്താണ് നമ്മൾ ഡ്രോയിങ് പഠിക്കുക. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കമൻറ്റ് ചോദിച്ചൊരു കാര്യമായിരുന്നു, നമുക്ക് A4 പേപ്പറിൽ 2 വരെ വരയ്ക്കാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ 2 വരെ വരയ്ക്കുമ്പോൾ നമ്മൾ 2 സെൻറ്റിമീറ്ററാണോ എടുക്കേണ്ടത് ഗ്രിഡ് ലൈൻസ് വരയ്ക്കുമ്പം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വരയ്ക്കാൻ പറ്റില്ല, നമ്മളിപ്പം A4 തന്നെയാണ് വരച്ചിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി കുറച്ച് ഡ്രോയിങ് ഈ ഒരു ചാനൽ ചെയ്തിട്ടുമുണ്ട്, A4 ഉപയോഗിച്ചിട്ട് 2 വരെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരു കുഴപ്പമില്ല, നമുക്ക് കുറച്ചുകൂടെ ഫേസൊക്കെ ഒന്ന് ചെറുതാക്കി വരയ്ക്കാൻ എന്നുള്ളൂ. പിന്നെ അതനുസരിച്ച് കണ്ണ്, മൂക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെറുതാക്കി വരയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ആദ്യം സമയം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ പറഞ്ഞ പോലെ എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പം നിങ്ങൾ വരച്ച് തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ 2 വരെ ഒന്നിച്ച് വരയ്ക്കാനായിട്ട് നിൽക്കൊന്നും വേണ്ട. നിങ്ങൾ ഒരു സിംഗിൾ ഫേസ് ആയിട്ടുള്ള ഒക്കെ വരച്ചാൽ മതി. അതിന് ശേഷം നിങ്ങൾക്കൊരു വിശ്വാസം വരില്ല, അതായത് നമുക്ക് ഇനി 2 വരെ വരയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം വന്നു കഴിയുമ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കളർ പെൻസിൽ ഡ്രോയിങ് ആണെങ്കിലും ഏത് ഡ്രോയിങ് ആണെങ്കിലും, ഇപ്പോൾ നമുക്ക് പലർക്കും മുടി വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വരച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു
കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടൊക്കെ മാറും. നമുക്ക് മുടി വരയ്ക്കാൻ വേണ്ടി വളരെ ഈസി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല. പക്ഷേ പലരും ബുദ്ധിമുട്ടാണ് എന്ന് ഓർക്കുന്ന സമയത്താണ് അത് ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. നിങ്ങൾ വരച്ച് തന്നെ നോക്കുക. നമ്മളിപ്പം മുടി വരയ്ക്കാൻ വേണ്ടി പഠിക്കാൻ നേരത്ത് അല്ലെങ്കിൽ മുടി വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫേസ് ഫുള്ളായിട്ട് വരയ്ക്കൊന്നും വേണ്ട. നമ്മൾ ആ ഒരു ഹെയറിൻ്റെ ആ ഒരു ഭാഗം മാത്രമായിട്ടൊന്ന് വരച്ച് നോക്കിയാൽ മതി. പിന്നെ ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഏത് ഭാഗമാണ് വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട്. ഇപ്പം നമ്മളൊരു ഫേസ് വരയ്ക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഏതാണ് വരയ്ക്കാൻ വേണ്ടി ബുദ്ധിമുട്ട്, കണ്ണ്, മൂക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പം അത് ഏതാണ് നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു പാർട്ട് മാത്രമായിട്ട് വരച്ച് പഠിക്കാൻ ഞാൻ പറയാറുണ്ട്. നിങ്ങൾ ഈ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഫോട്ടോയിൽ നിങ്ങൾക്ക് കണ്ണ് വരയ്ക്കാനാണ് ബുദ്ധിമുട്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ നോക്കി കണ്ണ് മാത്രമായിട്ട് വരച്ച് പഠിക്കുക. നിങ്ങൾ ഈ ഒരു ഫേസ് ഫുള്ളായിട്ട് വരയ്ക്കാണ്ട് കണ്ണ് മാത്രമായിട്ട് നിങ്ങൾ കുറേ നാളെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ഏതൊക്കെ ഭാഗങ്ങളാണോ അതെല്ലാം നിങ്ങൾ പ്രത്യേകം വരച്ച് പഠിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് പിന്നീട് നല്ല രീതിയിൽ ആ ഫേസ് ഫുള്ളായിട്ട് തന്നെ വരയ്ക്കാനായിട്ട് സാധിക്കും. എൻ്റെ പഴയ ഡ്രോയിങ്സൊക്കെ ഞാൻ ചില സമയത്ത് കമ്മ്യൂണിറ്റി ടാബിൽ ഇടാറുണ്ട്. അപ്പം അതൊക്കെ ഇടുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനും ഈ രീതി തന്നെയാണ് വരച്ച് വന്നതെന്ന് നിങ്ങൾ കാണണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടും കൂടെയാണ് അങ്ങനെ ഡ്രോയിങ്ങൊക്കെ ഞാൻ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഇടയ്ക്ക് എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പം നമ്മളിപ്പം കുറേ നാളായി ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് അന്ന് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആലോചിച്ചാൽ ഞാനും ബുദ്ധിമുട്ടാണെന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ് വരാനായിട്ട് സാധിക്കില്ലായിരുന്നു. അപ്പം നമ്മൾ വരച്ച് വന്നാലത് ശരിയാവത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഓർത്ത് തന്നെ നിങ്ങൾ ഓരോരുത്തരും വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കാണുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും, നന്നായി വരയ്ക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ഒരു നാൾ ഈ രീതിയിൽ വരച്ച് വന്നിട്ടാണ് ഇപ്പോൾ ഇമ്പ്രൂവ് ആയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഡ്രോയിങ് പഠിക്കുന്ന ആൾക്കാരെല്ലാം മനസ്സിൽ കരുതേണ്ട ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് ഞാൻ ഒരുപാട് സമയം എടുത്ത് ചെയ്തൊരു ഡ്രോയിങ്ങാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്ക് ഇതിനകത്ത് 2 പേരെ വരയ്ക്കാനായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തന്നെയല്ല, കളർ പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അപ്പം എന്തായാലും ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ വരച്ച് തുടങ്ങിയതാണ്. അപ്പം എന്തായാലും ഓക്കെ ആയി വന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ ആ ഒരു ഡ്രോയിങ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് അയച്ചു തരാൻ പറ്റുമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് അയച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് അങ്ങനെ അയച്ചു തരുന്നുണ്ട് ഡ്രോയിങ്സൊക്കെ. അപ്പം അത് കാണുമ്പോൾ ഒരു സന്തോഷം, അതുകൊണ്ട് ചോദിക്കുന്നതാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ പെൻസിൽ ഡ്രോയിങ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനിനിയിപ്പം ഇടയ്ക്കെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് കളർ പെൻസിൽ. കാരണം വെച്ചാൽ നമ്മൾ കളർ പെൻസിൽ വെറുതെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് പോകുന്നുണ്ട്, അത് അതിൻ്റെ ലെഡ് ഒടിഞ്ഞു പോവുകയാണ് പൂത്തിട്ട്. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഇടയ്ക്ക് പിള്ളേർ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം തന്നെ വരച്ച് പഠിച്ച് പോവുകയും ചെയ്യാം. നിങ്ങളിപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ കണ്ട് ഡ്രോയിങ് ചെയ്യുന്ന പോലെ ഞാനും മറ്റ് ഡ്രോയിങ് ചാനലൊക്കെ നോക്കാറുണ്ട്. അപ്പം അവിടെ ഡ്രോയിങ് ക്ലാസ്സൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കാറുണ്ട്. അപ്പം ആ ഒരു സമയത്തൊക്കെ ഞാൻ കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ കൈക്ക് ഒരു പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ഷേപ്സ് ഇങ്ങനെ വരച്ച് പഠിക്കുന്നതാണ് ഞാൻ കണ്ടത്. അല്ലെങ്കിൽ കുറേ ലൈൻസ് ഇങ്ങനെ വരച്ച് പഠിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ വീഡിയോസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതങ്ങോട്ട് എന്തോ ഒരു ഇതുവരെ തോന്നി. കാരണം വെച്ചാൽ ഞാൻ വരച്ച് വന്നത് അങ്ങനെയല്ലല്ലോ എന്നെൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ നമ്മളൊരു ഫോട്ടോ കാണുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ ഒരു ഫോട്ടോ നമുക്കൊന്ന് വരച്ച് നോക്കണം എന്നൊരു മനസ്സിലൊരു ഇഷ്ടം തോന്നിയിട്ട്, അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസ് ആയിരിക്കില്ല നമ്മൾ കൂടുതലും ആദ്യമായിട്ട് വരച്ച് നോക്കിയിട്ടുണ്ടാവുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളെപ്പോഴും ഒരു ഫോട്ടോ നോക്കി തന്നെ വരച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ നമുക്കൊരു വരയ്ക്കുന്ന സമയത്തൊരു മിസ്റ്റേക്ക് വന്നാലും ആ ഒരു റെഫറൻസ് ഇമേജ് നോക്കിയിട്ട് നമുക്കത് എവിടെയാണെന്ന് കണ്ടെത്താനും ആ ഒരു തെറ്റ് നമുക്ക് തിരുത്താനും സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തോട്ടൊക്കെ ഇറങ്ങി വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു ബുക്കും പെൻസിലും ഒക്കെ ആയിട്ട് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കാണുന്ന മരങ്ങൾ, പിന്നെ മലനിരകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ വരച്ച് വേണമെങ്കിൽ പഠിക്കാം. അതായത് ഒരു ഇമേജ് ഇല്ലാണ്ട് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് വരച്ച് പഠിക്കാം. അപ്പോൾ അതും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഓരോരുത്തർക്കും അവരുടെ താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഡ്രോയിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ പല ടൈപ്പ് ഉണ്ട്. ചിലർക്ക് പെയിൻറ്റിങ് ചെയ്യാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് പെൻസിൽ ഡ്രോയിങ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് വാട്ടർ കളറായിരിക്കും ഇഷ്ടം. അങ്ങനെ പല ടൈപ്പ് ഉണ്ടല്ലോ. പിന്നെ ചിലർക്ക് ഇതുപോലെ ഫേസ് വരയ്ക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങൾ, അങ്ങനെ കാര്യങ്ങളൊക്കെ വരയ്ക്കാനായിരിക്കും ഇഷ്ടം. അപ്പം ഓരോ ടൈപ്പുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ഡ്രോയിങ് എന്ന് തന്നെയാണ് പറയുക, എന്നാൽ പോലും അതിൽ പല ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഫേസ് വരയ്ക്കാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ കൂടുതലും ഞാൻ ഇങ്ങനത്തെ ഡ്രോയിങ്ങാണ് ചെയ്യുന്നത്. അല്ലാത്ത ഡ്രോയിങ്ങൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. സീനറീസ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. പിന്നെ വെച്ചാൽ എനിക്ക് പെൻസിൽ ഡ്രോയിങ്ങാണ് ഇഷ്ടം. എനിക്ക് പെയിൻറ്റിങ് അല്ലെങ്കിൽ വാട്ടർ കളറൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് കണ്ടെത്തി നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ വരയ്ക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ഫേസ് വരച്ച് പഠിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ വരയ്ക്കുക. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ സിമ്പിളായിട്ടുള്ള ഡ്രോയിങ് എന്നൊക്കെ ചെയ്യാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജായിട്ട് ചോദിച്ചൊരു കാര്യമാണ്, കുറച്ച് നാൾ ഡ്രോയിങ് ചെയ്യാണ്ടിരുന്നുകൊണ്ട് ഇപ്പം ഡ്രോയിങ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ചെയ്യാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതിന് സൊല്യൂഷൻ പറഞ്ഞുതരാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഡ്രോയിങ്ങിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡ്രോയിങ് ചെയ്യും. അതിലിപ്പം മടി അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതിപ്പം മടി വന്നത് നമ്മളങ്ങനെ കുറച്ച് നാൾ വരയ്ക്കാതിരുന്നുകൊണ്ടാണ്.
അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, കുറച്ച് സമയമെങ്കിലും ഒരു അരമണിക്കൂറുള്ളിൽ പോലും അരമണിക്കൂർ നിങ്ങൾ ഇരുന്ന് വരയ്ക്കാൻ ശ്രമിക്കുക ഒരു ദിവസം. അപ്പം നിങ്ങൾക്ക് വരച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇമ്പ്രൂവ് ആവുകയും ചെയ്യും, ഇൻട്രസ്റ്റ് തോന്നുകയും ചെയ്യും. നിങ്ങൾ വരയ്ക്കാണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മടി വരുന്നതും പിന്നീട് വരയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത്. എൻ്റെ ഡ്രോയിങ് വീഡിയോസ് കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ഡ്രോയിങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രോയിങ്ങിലേക്ക് വരുന്നുണ്ട്. അപ്പം അത് നല്ല കാര്യം തന്നെയാണ്. നേരത്തെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാം വഴി അയച്ചിരുന്നുണ്ട് വരച്ചിട്ട്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് വരയ്ക്കാൻ കഴിവുണ്ടായിട്ടും അത് ഉപയോഗിക്കാണ്ട് പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്ന സമയത്ത് വരയ്ക്കാൻ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ വരയ്ക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇനിയാണെങ്കിലും തുടർന്ന് നിങ്ങൾ വരച്ചുകൊണ്ടേ ഇരിക്കുക. അതുപോലെ നിങ്ങൾ വരയ്ക്കാൻ അറിയാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ എത്തിക്കാനാണെന്ന് നോക്കുക കേട്ടോ. കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോസിലൊക്കെ ചെറിയ ചെറിയ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയ ടിപ്സൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം അത് വരയ്ക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും നല്ല കാര്യം തന്നെയാണത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ വീഡിയോസ് കാണുന്ന സമയത്ത് അവർക്ക് അവരുടെ കഴിവിലൊരു വിശ്വാസം വരികയും അവർക്ക് വീണ്ടും വീണ്ടും വരയ്ക്കാനായിട്ട് തോന്നുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്കറിയാവുന്ന സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയറോടെ ചെയ്യുക. പിന്നെ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഏതാണ് നല്ല പെൻസിൽ, കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് നല്ല പെൻസിൽ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്ത പെൻസിലിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാൻ ഏറ്റവും ആദ്യം വാങ്ങിയ കളർ പെൻസിൽ എന്ന് വെച്ചാൽ ആർട്ട് ലൈൻ്റെ കളർ പെൻസിലായിരുന്നു. ആ ഒരു ആർട്ട് ലൈൻ്റെ പെൻസിൽ ഉപയോഗിച്ച് ഞാൻ കുറച്ച് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഐഡിയാസ് അതിനെക്കുറിച്ച് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ അത് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ ഡോംസ് പെൻസിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഡോംസിൻ്റെ എനിക്ക് ഈ പറഞ്ഞ പോലെ ആ പെൻസിൽ അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അതായത് എനിക്ക് ആർട്ട് ലൈനാണ് കുറച്ചൊരു ബെറ്ററായിട്ട് തോന്നി. ഡോംസ് കുറച്ചുകൂടെ ഒരു ഇതായിട്ട്, അതായത് എനിക്ക് വരയ്ക്കാനുള്ളൊരു ഈസി ആയിട്ട് തോന്നിയില്ല. പിന്നീട് ആ പെൻസിലും നമ്മളുടെ സൈഡിലേക്ക് മാറ്റി വെച്ചു. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ബ്രിസ്റ്റോയുടെ പെൻസിൽ വാങ്ങുന്നത്. അപ്പോൾ ഈ ഒരു പെൻസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വർക്ക് കിട്ടിയ സമയത്ത് ഞാൻ വാങ്ങുന്നതാണ്. അപ്പോൾ എനിക്ക് സ്കിൻ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അപ്പം അങ്ങനെയാണ് ഞാൻ ഈ പെൻസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് സ്കിൻ കളർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പെൻസിൽ അത്യാവശ്യം റേറ്റ് വന്നാലും കുഴപ്പമില്ല വാങ്ങാമെന്ന് കരുതിയിട്ടാണ് ഞാൻ വാങ്ങിയത്. എന്തായാലും ആദ്യത്തെ ഒരു വർക്ക് ഈ പെൻസിൽ ഉപയോഗിച്ച് ചെയ്ത കുളമായെങ്കിലും പിന്നീട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലും നമ്മൾ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ പിന്നെ ഡ്രോയിങ് വീണ്ടും വീണ്ടും ചെയ്തു വന്നു. അപ്പോൾ അങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് ഈ പറഞ്ഞ സ്കിൻ കളർ ഉണ്ടെങ്കിൽ പോലും നമുക്കിത് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്നാൽ പോലും നമ്മൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് സെറ്റായി വന്നതാണ്. ഇപ്പം അത്യാവശ്യം ഒന്ന് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കളർ പെൻസിൽ. അപ്പം നേരത്തെ പറഞ്ഞാൽ നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ സമയം വേണ്ടി വരുന്ന കാര്യമാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് വീണ്ടും വീണ്ടും വരയ്ക്കാനുള്ള സമയം വേണം, അല്ലെങ്കിൽ ചെയ്യാനുള്ള മനസ്സ് വേണം. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് കൂടുതലായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ അത്യാവശ്യം നമ്മൾ ഡ്രോയിങ് ഇപ്പം ചെയ്യുന്നുണ്ട്. ഞാൻ ആർട്ട് ലൈൻ ഉപയോഗിച്ച് ആദ്യം വരച്ച ചിത്രങ്ങൾ ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ വെച്ചിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ആ ചിത്രങ്ങൾ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ ഡ്രോയിങ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കും. കാരണം വെച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് പറ്റില്ല എന്ന് കരുതിയിട്ട് ഞാൻ മാറ്റി വെച്ചൊരു കാര്യമാണ് ഞാനിപ്പം ഡ്രോയിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.
അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മളിപ്പോൾ ആദ്യം ഈ പറഞ്ഞ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു ഡാർക്ക് ബ്ലൂ ഉപയോഗിച്ച് നമ്മൾ വരച്ചിട്ട് പിന്നെ രണ്ടാമത്തെ ലെയറായിട്ട് നമ്മൾ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. അപ്പോൾ പിന്നീട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഡാർക്ക്നെസ് വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ വീണ്ടും ആ ഒരു പെൻസിൽ ഉപയോഗിച്ച്, അതായത് ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് നമ്മൾ വീണ്ടും വരയ്ക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നേരത്തെ നല്ല മുടിയുടെ ഇടയ്ക്കൊക്കെ മറ്റു നിറങ്ങൾ വരുന്നത്, അതായത് ബ്രൗൺ കളറൊക്കെ വരുന്നിടത്ത് നമ്മൾ അവിടെ നമ്മൾ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ ഈ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നുണ്ട്. പിന്നെ ആ നെറ്റിയിലേക്ക് കുറച്ച് മുടി ഭാഗം വീട് നടക്കുന്ന ഭാഗങ്ങളുണ്ട്, അവിടെ ഒരു കട്ടിക്ക് അല്ലാണ്ട് നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ഇടയ്ക്കും ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് നമ്മളങ്ങനെ ബ്രൗൺ കളർ ആഡ് ചെയ്യുന്നുണ്ട്.
നേരത്തെ പറഞ്ഞാൽ ഈ ഡ്രോയിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇവിടെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.